നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം കുടുംബാരോഗ്യ കേന്ദ്രവും എലൈറ്റ് നഴ്സിംഗ് കോളേജും സംയുക്തമായി ക്ഷയരോഗ ബോധവൽക്കരണ റാലി നടത്തി. ക്ഷയരോഗ മുക്ത പഞ്ചായത്തിന്റെ ഭാഗമായാണ് റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ BJP ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി MP. ആറാട്ടുപുഴ ക്ഷേത്ര പരിസരത്ത് നടന്ന കലുങ്ക് സൗഹൃദ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ സംഘടിപ്പിക്കുന്ന കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ക്യാമ്പിന് തുടക്കമായി. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തുടങ്ങിയത്. വാർത്തകൾ വിശദമായി. പാറളം കുടുംബാരോഗ്യ കേന്ദ്രവും എലൈറ്റ് നഴ്സിംഗ് കോളേജും സംയുക്തമായി ക്ഷയരോഗ ബോധവൽക്കരണ റാലി നടത്തി. ക്ഷയരോഗ മുക്ത പഞ്ചായത്തിന്റെ ഭാഗമായാണ് റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത്. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ബോധവൽക്കരണ റാലിക്ക് തുടക്കമായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. റാലി പിന്നീട് പാറളം ഗവൺമെന്റ് LP സ്കൂളിൽ സമാപിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ഫ്ലാഷ് മോബ് നടന്നു. തുടർന്നുള്ള ചടങ്ങിൽ ക്ഷയരോഗമുക്ത ബോധവൽക്കരണ ക്യാമ്പയിൻ പദ്ധതി പാറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മളെ പകർച്ചവ്യാധികളെ എങ്ങനെ തടയാനും അതിനെ നിർമ്മാർജ്ജനം ചെയ്ത് ക്ഷയരോഗ നിർമ്മാർജ്ജനം, നമ്മുടെ ക്ഷയരോഗമുക്ത പഞ്ചായത്തായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ മാറ്റണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ചേച്ചിമാരൊരു ഡാൻസ് കളിച്ച് അതിലൂടെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരും. എല്ലാ വൃത്തിഹീനമായി കിടക്കുന്ന ഭാഗങ്ങളും മറ്റും കുട്ടികളൊക്കെ വളരെ ശ്രദ്ധാപൂർവമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ ഏത് ഒരു ഡെങ്കിപ്പനി വന്നാലും ന്യൂമോണിയ വന്നാലും ക്ഷയരോഗം വന്നാലും കുഷ്ഠരോഗം വന്നാലും എല്ലാം കണക്കെടുക്കുന്നത് ഈ പ്രവർത്തകരാണ്. അപ്പോൾ നിങ്ങളൊക്കെ അത് മനസ്സിലാക്കണം കേട്ടോ. വലിയ കുട്ടികളാകുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. അതിനാണ് മക്കൾക്ക് ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇവിടെ നൽകുന്നത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൂവാലകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, പാറളം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജിത്, ചേർപ്പ് ഹെൽത്ത് സൂപ്പർവൈസർ ആൻഡോ, പാറളം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് എന്നിവർ സംസാരിച്ചു. കാലങ്ങളിലൊക്കെ ഒട്ടേറെ പകർച്ചവ്യാധികൾ നമ്മെ പിടികൂടിയിരുന്നു. ഇപ്പോൾ കൃത്യമായ വാക്സിനേഷനും പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഇത്തരം രോഗങ്ങൾ മിക്കവാറും നമ്മുടെ ആളുകളിൽ നിന്ന് അകന്നുപോയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ചെറുപ്പകാലത്ത് ചിക്കൻ പോക്സ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു അസുഖമായിരുന്നു. ആ അസുഖം വരുന്ന ആളുകൾ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ അത്തരം ഒരു അസുഖം ആ രൂപത്തിൽ നമുക്ക് വരുന്നില്ല. അതുപോലെ ക്ഷയരോഗം, ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ നമ്മുടെ ജനങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് സാധിക്കുകയാണ്. അപ്പം നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പാലിക്കേണ്ട ചില കടമകളുണ്ട്, നമുക്ക് കർത്തവ്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെ കൊച്ചുകുട്ടികൾ ഇൻ്റർവെൽ സമയത്ത് നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പോകുന്നത് ടോയ്ലറ്റിലല്ലേ, യൂറിനിലല്ലേ, പുറത്തല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ടോയ്ലറ്റ് അല്ലെങ്കിൽ യൂറിനൽ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ചെറുപ്പത്തിലുള്ള ശീലം നമ്മൾ ചുടല വരെ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു ടവലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് മുഖവും വായുവും പൊത്തിപ്പിടിച്ചുകൊണ്ട് ചുമയ്ക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള
TB-യുടെ രോഗാണുവാണെങ്കിലും മറ്റു പനിയുടെ രോഗാണുക്കളാണെങ്കിലും കോവിഡിൻ്റെ രോഗാണുക്കളാണെങ്കിലും മറ്റുള്ള വ്യക്തികളിലേക്ക് എത്താതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. തൃശൂർ കോർപ്പറേഷൻ BJP ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി MP. ആറാട്ടുപുഴ ക്ഷേത്ര പരിസരത്ത് നടന്ന കലുങ്ക് സൗഹൃദ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ ഒട്ടേറെ ഫണ്ടുകൾ ഉപയോഗിച്ച് തൃശൂർ നഗരത്തിൽ പല പദ്ധതികളും നടപ്പിലാക്കാനാകും. ശക്തൻ മാർക്കറ്റ്, പൂരത്തിന് ജനങ്ങളെ നിയന്ത്രിക്കലടക്കമുള്ള വികസനങ്ങൾ ഇതിൽ സാധ്യമാക്കാം. ആറാട്ടുപുഴ പൂരത്തിന് കേന്ദ്ര ധനസഹായം നൽകുമെന്നും ഇന്നിന്റെ ചർച്ചയ്ക്കായി കലുങ്ക് സംഗമങ്ങളാണ് വേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതുപോലെ പല പദ്ധതികളും തൃശൂർ കോർപ്പറേഷൻ BJP ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ പറയും. അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ പല ഫണ്ടുകളുമുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് അവിടെ ശക്തൻ മാർക്കറ്റിനായാലും അവിടുത്തെ തൃശ്ശൂർ റൗണ്ടിലെ ചില വികസന പ്രവർത്തനങ്ങൾക്കായാലും അടുത്ത യുഗത്തിൻ്റെ ഒരു പൂരത്തിനുള്ള ആളൊരുക്കം നമുക്ക് മാനേജ് ചെയ്യാൻ, ക്രൗഡിനെ മാനേജ് ചെയ്യാനായിട്ട് അവരെ വെർട്ടിക്കൽ ലെവൽസിലേക്ക് കൊണ്ടുപോകാനുള്ള ചില വികസന ചില ഐഡിയകളൊക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഉതകുന്ന തരത്തിലുള്ള ഒരു സഹകരണം ഉണ്ടാവുന്നേ ഇല്ല. ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M. രാജേന്ദ്രൻ, പെരുവനം ഗണേശൻ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്ത്, സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് വിദ്യാധരൻ, ആറാട്ടുപുഴ പൂരം പ്രമാണികരായ പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, പഴുവിൽ രഘുമാരാർ എന്നിവരെ മന്ത്രി ആദരിച്ചു. സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ സംഘടിപ്പിക്കുന്ന കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ക്യാമ്പിന് തുടക്കമായി. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തുടങ്ങിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. K. രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന സർക്കാർ വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ കർഷകരെ സഹായിക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. നമ്മുടെ തന്നെ ഭക്ഷ്യസുരക്ഷയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. സ്വാഭാവികമായിട്ട് കർഷകരുടെ കയ്യിലും അതുപോലെ തന്നെ പാടശേഖരങ്ങളുടെ കയ്യിലൊക്കെ ധാരാളം യന്ത്രങ്ങൾ കേടായിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അത് നന്നാക്കുമ്പോൾ കർഷകരെ സംബന്ധിച്ച് വലിയ പൈസ ചിലവാക്കേണ്ടി വരികയാണ്. ആ പൈസ ചിലവാക്കുന്നതിന് ഒരു സഹായം എന്നുള്ള രീതിയിൽ, ഒരു കൈത്താങ് എന്നുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാർ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കൃത മിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കുന്നത്. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി പദ്ധതി വിശദീകരണം നടത്തി. അറ്റകുറ്റപ്പണിയിൽ വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള കാർഷിക യന്ത്രവൽക്കരണ മിഷന്റെ വിദഗ്ധരായ ടെക്നീഷ്യന്മാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ചെറുകിട കാർഷിക യന്ത്രങ്ങൾ ക്യാമ്പിലെത്തിച്ചാൽ അറ്റകുറ്റപ്പണി ചെയ്ത് പ്രവർത്തന സജ്ജമാക്കും. ട്രാക്ടർ, ടില്ലർ മുതലായ വലിയ കാർഷിക യന്ത്രങ്ങൾ അതാത് സ്ഥലങ്ങളിലെത്തി പരിശോധിച്ച് അറ്റകുറ്റപ്പണി നടത്തും. 13 വിവിധതരം കാർഷിക യന്ത്രങ്ങൾ ഇതിനകം അറ്റകുറ്റപ്പണി നടത്താനായി. ക്യാമ്പിന്റെ സേവനം ലഭിക്കാൻ കർഷകർ അതാത് കൃഷിഭവനുകളുമായോ കാർഷിക യന്ത്രവൽക്കരണ മിഷനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക യന്ത്രം സർവം ചലിതം ചേർപ്പ് എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് ഈ മാസം 29-ന് സമാപിക്കും. ക്യാമ്പിലൂടെ ലഭിക്കുന്ന സേവനം സൗജന്യമാണ്. ഏതെങ്കിലും സ്പെയർ പാർട്സുകൾ ആവശ്യമായി വന്നാൽ ആ ചിലവ് കർഷകർ വഹിക്കേണ്ടതാണ്. ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഇനീഷ്യേറ്റ് ചെയ്ത ഒരു ക്യാമ്പാണ്. ആക്ച്വലി KSAM ആണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര്, അതായത് കേരള സ്റ്റേറ്റ് എഗ്രോ മെക്കനൈസേഷൻ മിഷൻ. ഇത് 2018 തുടങ്ങിയിരിക്കുന്ന ഒരു മെഷീനാണ്. സോ സർവം ജലിതം ഇത് നമ്മുടെ സെക്കൻഡ് ഫേസ് ആണ്. ഫസ്റ്റ് ഫേസ് 2024 അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കോടന്നൂർ ബ്ലോക്ക് വെച്ചിട്ടായിരുന്നു. അത് മീൻസ് ആ ഫേസിൽ നമ്മൾ ഒരു ഓവറോൾ ഒരു 80 to 90 മെഷീനറീസ് നന്നാക്കിയതാണ്. ഇതിപ്പോൾ ഇത് ചെയർ ബ്ലോക്കിൽ വെച്ചാണ്. ഇതിപ്പോൾ ഇന്നത്തെ 3ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 മെഷീനറീസ് ആയിട്ടുണ്ട്. ഇനിയും ഒരു 7 to 8 ഡേയ്സിൽ നമ്മൾ ഇനിയും കൂടുതൽ മെഷീനറീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചേർപ്പ് CNN ബോയ്സ് സ്കൂളിൽ ബ്രഹ്മകുമാരീസ് ലഹരി വിമുക്തി പരിപാടി സംഘടിപ്പിച്ചു. ലഹരി വിമുക്ത ഭാരതം എന്ന സന്ദേശത്തോടെയായിരുന്നു പരിപാടി. BK സിന്ധുവിന്റെ ദിവ്യഗീതത്തോടെ ലഹരി വിമുക്ത പരിപാടിക്ക് തുടക്കമായി. എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ് ലഹരി വിമുക്ത സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജയോഗിനി ബ്രഹ്മകുമാരി കൗസല്യ ഭഗൻ അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പൽ KB അജോഷ്,
പ്രധാന അധ്യാപിക PM രജനി, PTA പ്രസിഡന്റ് NV ജയരാജ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി P സുധാകരൻ, തൃശൂർ നർക്കോട്ടിക് സെൽ മുൻ SI സുവൃതകുമാർ, ശില്പി ഡാവിഞ്ചി സുരേഷ്, ബ്രഹ്മകുമാരി പ്രതിനിധികളായ BK രശ്മി, BK വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്കായി വീഡിയോ പ്രദർശനവും വീഡിയോ നാടക അവതരണവും നടന്നു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കോടന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോടന്നൂരിൽ വിശ്വകർമ്മ ദിനാഘോഷവും കുടുംബ സംഗമവും നടന്നു. കോടന്നൂർ സെന്ററിൽ നടന്ന പരിപാടിക്ക് മുന്നോടിയായി പുഷ്പാർച്ചനയുണ്ടായി. ജില്ലാ പ്രസിഡന്റ്, താലൂക്ക് സെക്രട്ടറി എന്നിവർ കൂടാതെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് കാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവമായ പൂമൊട്ടുകൾ 2025 നടന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് പൂമൊട്ടുകൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS നിഷ അധ്യക്ഷയായി. ചേർപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, വാർഡ് മെമ്പർമാരായ CR മദനമോഹനൻ, TB സുബ്രഹ്മണ്യൻ, കവിത ജോസ്, സരിത വിശ്വൻ, രവീന്ദ്രനാഥൻ, ബെന്നി തെക്കിനിയത്ത്, പ്രിയ ചന്ദ്രൻ, ICDS സൂപ്പർവൈസർ ഗീത, സന്ധ്യാകുട്ടൻ എന്നിവർക്കൊപ്പം അങ്കണവാടി അധ്യാപകർ, കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവർ പൂമൊട്ടുകളിൽ പങ്കെടുത്തു. പങ്കെടുത്ത കുട്ടികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അതല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപാടിൽ മാത്രം ജീവിച്ചു വളർന്ന അവർ പിന്നീടൊരു സമൂഹമായി മാറുന്നത് അങ്കണവാടിയിലൂടെയാണ്. അവിടെ വെച്ചാണ് നമ്മളുടെ കുട്ടികളുടെ, ഈ കുരുന്നു മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ആദ്യ പ്രക്രിയ നടക്കുന്നത്. ഒരു സമൂഹമായി ജീവിക്കുക, അവർ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ള ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് അങ്കണവാടിയിൽ നിന്ന്. അവിടെ നിർബന്ധപൂർവമുള്ള ഒരു പാഠ്യപദ്ധതിയൊന്നുമില്ല. വാടാനപ്പള്ളി ബീച്ച് സംരക്ഷണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയാണ് തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 200 മീറ്ററിലേറെ വരുന്ന കരയാണ് കടലെടുത്തത്. ഇതിൽ 100ലേറെ വീടുകൾ തകർന്നു. കടൽക്ഷോഭം തുടർന്നാൽ തീരദേശ വാർഡുകളിലെ പകുതിയോളം സ്ഥലം കടലെടുക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ നടക്കുന്ന കടൽഭിത്തി നിർമ്മാണം ശാശ്വതമായ പരിഹാരമല്ല. കടൽക്ഷോഭം തടയാൻ ഇറിഗേഷൻ വകുപ്പ് നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരമുള്ള ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും SDPI ആവശ്യപ്പെട്ടു. SDPI പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ നൌഫൽ വലിയകത്ത്, PA സനോബർ, ഷെറീന ഷഹീർ, ഫൈസൽ പുതിയ വീട്ടിൽ, കമ്മിറ്റി അംഗം ഹസീന ഷെഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചളിങ്ങാട് അക്ഷര സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ PA ഹുസൻ അനുസ്മരണം നടത്തി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പരിശീലന ക്ലാസുകളോടെയാണ് അനുസ്മരണം നടത്തിയത്. ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണം കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ R സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അക്ഷര സാംസ്കാരിക കേന്ദ്രം രക്ഷാധികാരി TS മുസ്തഫ അധ്യക്ഷനായി. TV സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാരവാഹികളായ PA ഫൈസൽ, PH റസാഖ്, ഷബിത റഷീദ്, സിന്ധു എന്നിവർ സംസാരിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രഥമ ശുശ്രൂഷ, CPR പരിശീലന ക്ലാസ് എന്നിവ ഇതോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. NDRF ഇൻസ്പെക്ടർ GC പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശീലനം നൽകിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായാണ് മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത്. എടത്തിരുത്തി KC കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിലാണ് ക്യാമ്പ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, സാജിദ പുതിയ വീട്ടിൽ, ഷിനി സതീഷ്, AV ഗിരിജ, ഡോക്ടർ സൗമ്യ, ICDS സൂപ്പർവൈസർ ദിവ്യ, മനോജ് എന്നിവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു. IT ഉപകരണങ്ങളുടെ കൈമാറ്റത്തോടെയായിരുന്നു കലോത്സവം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷയായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു മുഖ്യ അതിഥിയായി. പ്രധാന അധ്യാപകൻ M രാജേഷ്, PTA പ്രസിഡന്റ് CB അബ്ദുൽ സമദ്,
MPTA പ്രസിഡന്റ് സിന്ധുരാജ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, പ്രിൻസിപ്പൽ ഇൻചാർജ് ലക്ഷ്മി മേനോൻ, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ, ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ, CD ഷീബ, CS ഹാദിയ എന്നിവർ സംസാരിച്ചു. വെങ്ങിണിശ്ശേരി കുന്നപ്പള്ളി ചെറുകയിൽ വീട്ടിൽ നാരായണൻകുട്ടി നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. സരസ്വതിയാണ് ഭാര്യ. പാറളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവും COS തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വെങ്ങിണിശ്ശേരി NSS കരയോഗം പ്രസിഡന്റുമായ K ബിജുകുമാർ മകനും ബിന്ദു മകളുമാണ്. വിജയകുമാർ, പ്രജിത എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം കുടുംബാരോഗ്യ കേന്ദ്രവും എലൈറ്റ് നഴ്സിംഗ് കോളേജും സംയുക്തമായി ക്ഷയരോഗ ബോധവൽക്കരണ റാലി നടത്തി. ക്ഷയരോഗ മുക്ത പഞ്ചായത്തിന്റെ ഭാഗമായാണ് റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ BJP ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി MP. ആറാട്ടുപുഴ ക്ഷേത്ര പരിസരത്ത് നടന്ന കലുങ്ക് സൗഹൃദ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ സംഘടിപ്പിക്കുന്ന കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ക്യാമ്പിന് തുടക്കമായി. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തുടങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.